തൃശൂർ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കഴക ജോലിയിൽ നിന്ന് മാറ്റിയ ഈഴവ യുവാവിന് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ കഴിഞ്ഞാൽ പുനർനിയമനം നൽകുമെന്ന് ദേവസ്വം ബോർഡ്. തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്നാണ് VI ബാലുവിനെ ജോലിയിൽ നിന്ന് മാറ്റിയത്. നിയമ പോരാട്ടത്തിൽ ബാലുവിനൊപ്പം നിൽക്കുമെന്നും ബോർഡ് അംഗം അജയകുമാർ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. തൃശൂരിൽ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ കൂടൽമാണിക്കൽ ക്ഷേത്രത്തിൽ കഴകത്തിന് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമാണ് ഉണ്ടായിട്ടുള്ളത്. തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ഇദ്ദേഹത്തെ ആ പ്രവൃത്തിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ദേവസ്വം ബോർഡ് മെമ്പർ അജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഒരാളെ നിയമിച്ച് ജാതിയുടെ പേരിൽ മാറ്റി നിർത്തി എന്നുള്ളതാണ് ആരോപണം. എന്താണ് ദേവസ്വം ബോർഡിന് പറയാനുള്ളത്? ഈ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇദ്ദേഹത്തിനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 24-ാം തീയതി അദ്ദേഹം ജോയിൻ ചെയ്തിരുന്നു. ഈ 7-ാം തീയതി വരെ തന്ത്രിമാർ ഇദ്ദേഹത്തിനെ നിയമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൂജയ്ക്ക് കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇന്ന് 9-ാം തീയതി പ്രതിഷ്ഠാ ദിനമാണ്. പ്രതിഷ്ഠാ ദിനത്തിന് ശുദ്ധീകരണങ്ങളൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ 7-ാം തീയതി വൈകിട്ട് തുടങ്ങണം. അപ്പോൾ 6-ാം തീയതി തന്നെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്ത്രിമാർക്കെല്ലാം ലെറ്റർ കൊടുത്തിരുന്നു. ഈ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ മുടങ്ങാതെ നടത്തേണ്ടതുണ്ട്, അതിലെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ രേഖാമൂലം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കുകയുണ്ടായി. തന്ത്രിമാർ 7-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 3-3:30 കൂടിയിട്ട് ദേവസ്വത്തിന് ലെറ്റർ തന്നു. ഇവിടെ കൂടൽമാണിക്യം ദേവസ്വവുമായി കൂടൽമാണിക്യം ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് അനാചാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം വരുത്താതെ ഞങ്ങൾ പൂജയ്ക്ക് അനാചാരം എന്നാണ് പറയുന്നത്. ആ ലെറ്ററിൽ അത് മാത്രമേ ഉള്ളൂ, അനാചാരം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ ഞങ്ങൾ എമർജൻസി ആയിട്ട് തന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി. ആ യോഗത്തിൽ അവർ ആവശ്യപ്പെട്ടത് ഈ ഈഴവനായ ബാലു എന്ന വ്യക്തിയെ അവിടെ അപ്പോയിൻ്റ് ചെയ്തത് അനാചാരമാണ്. അവിടെ അമ്പലവാസികൾ എന്ന് പറയപ്പെടുന്നവർക്ക് മാത്രമേ ഈ കഴകവുമായി പ്രവൃത്തി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു തന്ത്രിമാരുടെ കൺസെപ്റ്റ്. പക്ഷേ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്ക് അതിന് അനുകൂലമല്ല. അദ്ദേഹത്തിൻ്റെ ഒപ്പാണെന്ന് പറയുമ്പോഴും നിങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി. അത് മാറ്റി നിർത്താണ്ടായിരുന്ന കാരണം 9-ാം തീയതി പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഈ ശുദ്ധിക്രിയകൾ നടത്തേണ്ടതും പ്രതിഷ്ഠാദിനത്തിനൊരു തടസ്സം വരുത്താതെ, അതായത് ഭക്തജനങ്ങൾക്ക് ഒരു പാനിക്ക് ആവാതിരിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു വർക്ക് അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിനെ നമുക്ക് പെർമനൻ്റായിട്ട് മാറ്റി നിർത്തുകയോ മാറ്റി നിർത്താൻ കഴിയുകയോ ചെയ്യില്ല. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അദ്ദേഹത്തിനൊപ്പം തിരിച്ച് ഈ കഴകത്തിൻ്റെ ആ ജോലി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുമോ? എന്നാണ് തിരിച്ചു കൊടുക്കുക? അദ്ദേഹത്തിന് താൽക്കാലികം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ലീവിലാണ്. ആ ലീവ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കഴക പ്രവൃത്തിയിൽ തന്നെയായിരിക്കും ജോയിൻ ചെയ്യുക. ദേവസ്വത്തിൻ്റെ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേവസ്വത്തിലെ തന്ത്രി പ്രതിനിധിയുമുള്ളതാണ്. ഇതിൻ്റെ ഓരോ സ്റ്റേജുകളിലും എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. അപ്പോഴെല്ലാം നമ്മൾ പറയാറുണ്ട്, കൂടൽമാണിക്യം ദേവസ്വം ആക്ട് പ്രകാരം മാത്രമേ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതിൽ നമുക്കൊരു മാറ്റം വരുത്താനും കഴിയില്ല. നമ്മൾ അതിനൊപ്പം പൂർണ്ണമായിട്ടും 100% അതിനൊപ്പം തന്നെ യോജിച്ച് നിൽക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് ദേവസ്വം ബോർഡിന് പറയാനുള്ളത്. ഒരു താൽക്കാലിക ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി മാത്രം പ്രതിഷ്ഠാദിന ചടങ്ങുകൾ മാറ്റം വരരുത് എന്ന് അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. എന്തായാലും വലിയൊരു അനീതി തന്നെയാണ് നടന്നിരിക്കുന്നത്. ഒരാൾ ഒരു നിയമനത്തിന് വേണ്ടി പരീക്ഷ എഴുതി അതിൽ 1-ാം റാങ്ക് കിട്ടുന്നു, അതിൽ നിയമനം നേടി വരുന്നു. അദ്ദേഹത്തെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതൊരു വലിയ നിയമ പോരാട്ടമായി തന്നെ മാറും. ക്യാമറാമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം. തൃശൂർ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഈഴവ യുവാവിനെ കഴകക്കാരനായി നിയമിച്ചത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് തന്ത്രിമാർ നൽകിയ കത്ത് ന്യൂസ് മലയാളത്തിന്. തന്ത്രിമാരുടെ അഭിപ്രായം തേടാതെ നിയമനം നടത്തരുത്, പാരമ്പര്യമായി ചെയ്തു വരുന്ന ജോലിയാണ് കഴകക്കാരുടേത് എന്നും തന്ത്രിമാർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, ഈ കത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഇതൊരു തൊഴിൽ പ്രശ്നം എന്നുള്ളതാണോ അവരുടെ ആശങ്ക? അതോ ഈ ബ്രാഹ്മണ ചെയ്തു വന്ന ജോലി അത് മറ്റ് സമുദായക്കാർ ചെയ്യുന്നു എന്നുള്ള ആ ബ്രാഹ്മണ മേധാവിത്വമാണോ അവരെ നയിച്ചിരിക്കുന്നത്? നമുക്ക് ഈ കത്ത് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഈ തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് ഒരു വർക്ക് അറേഞ്ച്മെന്റ് എന്നൊക്കെ പറയുമ്പോഴും അതിനൊപ്പം പറയേണ്ടുന്നത് ഇങ്ങനെ ഒരു ബ്രാഹ്മണ
ധാർഷ്ട്യം കാണിക്കുമ്പോൾ, ഇങ്ങനെ തന്ത്രിമാർ ധാർഷ്ട്യം കാണിക്കുമ്പോൾ അതിനോട് അടവ് നയം കൊണ്ടാണോ നേരിടേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ തോന്നിയത്. അതിൽ ദേവസ്വം ബോർഡ് എന്ത് മറുപടിയാണ് പറയുന്നത്? ഒപ്പം ഈ കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രസാദ്? ലക്ഷ്മി ചോദിച്ച ആ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ, കുടൽമാണിക്യം ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ഗോപി നമ്മളോടൊപ്പമുണ്ട്. അതിനു മുമ്പ് ഈ കത്തിലേക്ക് വരാം. 6 തന്ത്രിമാർ ഒപ്പിട്ട കത്താണ് ഇതിൽ ഇദ്ദേഹത്തെ നിയമനം നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് പ്രതിനിധിയായിട്ടുള്ള അവരുടെ തന്ത്രിമാരുടെ പ്രതിനിധി കൂടിയായ NP ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിനാണ് 6 തന്ത്രിമാർ ഒപ്പിട്ട ഈ കത്ത് നൽകിയിട്ടുള്ളത്. ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിലെ ഒരു വാചകം എന്ന് പറയുന്നത് കഴകപ്രവൃത്തി കാരാഴ്മയ്ക്ക് വിധേയവും ചില കുടുംബക്കാർ പാരമ്പര്യമായി നിർവഹിച്ചു പോകുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇത് ആചാരമാണ്, പാരമ്പര്യമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതിലേക്ക് മറ്റൊരാൾ വരുന്നത് അനുചിതമായ കാര്യമാണ് എന്ന് പറഞ്ഞതാണ്. ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനം. ജാതി തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം. അത് നേരിട്ട് പറയുന്നില്ല, ഒരു തൊഴിൽ പ്രശ്നമായി അവർ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. 6 തന്ത്രിമാർ ഈ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ കത്താണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി, അതായത് ഒരു ഒരു ഇന്റർവ്യൂ നടത്തി അതിനകത്ത് 1ാം റാങ്ക് ലഭിച്ച് അങ്ങനെ നിയമനം ലഭിച്ച ഒരാളെ മാറ്റി നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ തന്ത്രിമാരുടെ എതിർപ്പ് മൂലമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വാര്യർ സമാജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാരവാഹികളുമായി സംസാരിച്ചു. അവരെല്ലാം പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു വേറെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ചടങ്ങിനെ ബാധിക്കും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ക്ഷേത്രത്തിലെ 2 കുളമുണ്ട്. തീർത്ഥക്കുളത്തിൽ തന്ത്രിമാരാണ് കുളിക്കുക. അപ്പോൾ ഈ മാല, അവിടെ ക്ഷേത്രത്തിൽ താമരമാല കെട്ടുന്ന പ്രധാനപ്പെട്ട ജോലി കഴകം ചെയ്യുന്ന ആൾ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ചിട്ട് വേണം ഈ മാല കെട്ടാൻ. ഈ മാല കെട്ടുന്ന ആൾ, അപ്പോൾ ഈ കുളത്തിലേക്ക് വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരാൾ മുങ്ങിയാൽ ആ കുളം അശുദ്ധമാകും. അപ്പോൾ ആ കുളത്തിൽ തന്ത്രിമാർക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വളരെ വിചിത്രമായ ഈ കാലത്ത് നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലും വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് തന്നെ പറയട്ടെ. എന്തായാലും നമ്മളോടൊപ്പം ദേവസ്വം ബോർഡ്, കുടൽമാണിക്യം ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ. എല്ലാ പരീക്ഷ എഴുതി റാങ്കിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു വന്ന ഒരാൾക്ക് നിങ്ങൾ നിയമനം കൊടുത്തു. പക്ഷേ അദ്ദേഹത്തെ തന്ത്രിമാരുടെ എതിർപ്പ് മൂലം മാറ്റി നിർത്തേണ്ടി വന്നു. ഇനി എന്താണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത്? ദേവസ്വം ബോർഡ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? കേരളത്തിൽ ഇന്ന് 5 ദേവസ്വം ബോർഡാണുള്ളത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, കൂടൽമാണിക്യം ക്ഷേത്രം. കൂടൽമാണിക്യം ആക്ട് നിയമം വന്നതോടുകൂടി ക്ഷേത്രത്തിലെ ജീവനക്കാരെ അതുപോലെ ദേവസ്വം ജീവനക്കാരെയും നിയമിക്കുന്നതിനുള്ള അവകാശം കൂടൽമാണിക്യം ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനാണ്. ആ ബോർഡിലാണ് നിക്ഷിപ്തം. ആ ബോർഡ് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികൾ യഥാസമയം നോട്ടിഫിക്കേഷൻ ചെയ്ത് യഥാർത്ഥ ആളുകളുടെ കയ്യിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ച് അത് വെരിഫൈ ചെയ്ത് റിട്ടൺ ടെസ്റ്റ് നടത്തി അതിൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിനുശേഷം ഫൈനൽ ലിസ്റ്റ് എടുത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂവിൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്നാണ് കുടൽമാണിക്യം ദേവസ്വം ജീവനക്കാരെ ഗവൺമെൻറ് നിയമിക്കുന്നത്. അതുപോലെ വന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കഴകം ജോലിക്ക്. അദ്ദേഹത്തിന് ഇവിടെ വന്ന അന്ന് തന്നെ കുടൽമാണിക്യം ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റി പോസ്റ്റിംഗ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുക? അദ്ദേഹം ഇപ്പം ആദ്യം രാജിക്കത്താണ് നൽകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ആ രാജിക്കത്ത് നിങ്ങൾ മാറ്റി തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അറിവിലില്ല. അദ്ദേഹം വന്ന് ജോയിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിന് അച്ഛനമ്മയും മാത്രമാണുള്ളത്. ഏക മകനാണ്. അപ്പോൾ ഞാനായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, വീട്ടുകാർ എന്നെ നിർബന്ധിക്കുന്നുണ്ട് വീട്ടിലേക്ക് വരണം, അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകണം എന്നാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ഫോൺ മുഖേന ഞാൻ സംസാരിച്ചപ്പോൾ. അപ്പോൾ അതിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ലീവ് എടുത്ത് പോകാം, അതിന് വിരോധമില്ല. അത് അഡ്മിനിസ്ട്രേറ്ററായിട്ട് സംസാരിച്ചതിന് ശേഷം താങ്കൾക്ക് അത്യാവശ്യമാണെങ്കിൽ ലീവ് എടുത്ത് പോകാം എന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. അങ്ങനെ ഈ ലീവ് എടുത്ത് പോയതാണ്, തന്ത്രിമാരുടെ എതിർപ്പൊന്നും ഇല്ല എന്നുള്ളതാണോ പറയുന്നത്? തന്ത്രിമാർക്ക് എതിർപ്പുണ്ട്. അവർ കത്ത് തന്നല്ലോ. പക്ഷേ ആ കത്ത് ഇവിടെ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി പരിശോധിച്ചു. അത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്നത് ഇതാണ്, ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്, ഗവൺമെൻറ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കലാണ് ഞങ്ങളുടെ നിയോഗം കൊണ്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സർക്കാരിനെയോ ബഹുമാനപ്പെട്ട കോടതിനെ സമീപിച്ച് നിങ്ങൾക്ക് നിയമ നടപടികൾ സ്വീകരിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ. ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാർക്കോ കമ്മിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റർക്കോ അതിലേട്ട
ഇടപെടാനുള്ള യാതൊരുവിധ അധികാരമില്ല എന്ന് രേഖാമൂലം തന്നെ ഇപ്പൊ മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ എതിർപ്പിനെ തുടർന്നാണോ അതല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം മാറി നിൽക്കുന്നതാണോ? ഇപ്പം അദ്ദേഹം ലീവ് എടുത്ത് പോയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഇതിൻ്റെ കീഴടങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഉത്സവങ്ങൾ നടക്കുന്നു. ഇവിടെ സപ്താഹം നടക്കാൻ പോകുന്നു. പിന്നെ പ്രതിഷ്ഠാദിനം നടക്കുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പ്രതിഷ്ഠാദിനം നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജീവനക്കാരെ വർക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ അധികാരവും അഡ്മിനിസ്ട്രേറ്റർക്കുണ്ട്, മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ തീരുമാനപ്രകാരം ഇവരായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഇവരുടെ പരാതിയിൽ വീണ്ടും ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തീരുമാനം അഡ്മിനിസ്ട്രേറ്റർ അധികാരം ഉപയോഗിച്ച് അവരെ ഓഫീസ് ജോലിയിലേക്ക് താൽക്കാലികമായിട്ട് നിയമിച്ചിട്ടുണ്ട്. തിരിച്ച് അദ്ദേഹം ഏത് ജോലിക്കാണോ പരീക്ഷ എഴുതിയത് ആ ജോലിയിലേക്ക് അദ്ദേഹത്തിന് ഇന്ന് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിയോ അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിക്കുന്ന ആ സമയത്തിന് ആളുടെ ജോലിയിൽ പ്രവേശിക്കുക. സമയം എന്ന് പറയുന്നത് അനിശ്ചിതമായി നീണ്ടുപോകുമോ? ഇല്ല, അത് ഒരു സെക്കൻഡ് മതി മുൻപെടുത്ത തീരുമാനം ക്യാൻസൽ ചെയ്യാനായിട്ട് മാനേജ്മെന്റ് കമ്മിറ്റിക്കും അഡ്മിനിസ്ട്രേറ്റർക്കും. ഒരു സെക്കൻഡ് മതി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആ സെക്കൻഡുകൾ നീണ്ടുപോവുകയാണ്. അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ 24-ാം തീയതി ജോയിൻ ചെയ്ത ആളാണ്. ആ സെക്കൻഡുകൾ പോയി, മണിക്കൂറുകൾ പോയി, ദിവസങ്ങൾ പോയി, അതിങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത് തന്ത്രിമാരുടെ എതിർപ്പ് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്നൊക്കെ മറ്റുള്ള ആളുകളുമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം 24-ാം തീയതി വന്ന് ജോയിൻ ചെയ്തിട്ട് 6/3/2025 തീയതി വരെ അദ്ദേഹം ജോലി ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലീവ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇവരുടെ പരാതിയും വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഡ്മിനിസ്ട്രേറ്റർ എടുത്ത തീരുമാനമാണ്. ആ അഡ്മിനിസ്ട്രേറ്റർ എടുത്ത തീരുമാനം ഒരു സെക്കൻഡിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം പൂർണ്ണമാണ്. അതിന് മാനേജ്മെന്റ് കമ്മിറ്റിക്കും ഉണ്ട്. അതെപ്പോൾ വേണമെങ്കിലും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം അവധി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കഴക ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുമോ എന്നുള്ളതാണ്. അത് കമ്മിറ്റി ആലോചിച്ചിട്ട് തീരുമാനിക്കും. അതുമാത്രമല്ല, അതിനകത്ത് ആശയക്കുഴപ്പമാണ്. ഒരു ആശയക്കുഴപ്പമില്ല. കമ്മിറ്റി കൂടിയിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇന്നലെ ഇന്നും അവധിയാണ്. ഇനി കമ്മിറ്റി കൂടിയിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇതെന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ, ഒരു കഴകം ജീവനക്കാർ സർക്കാർ നിർമ്മിക്കുന്ന ആ വ്യക്തിക്ക് 10 മാസമാണ് ഈ കഴകം ജോലി ചെയ്യാനുള്ള അധികാരമുള്ളൂ. 2 മാസം അഡ്മിനിസ്ട്രേറ്റർ തീരുമാനിക്കുന്ന എന്ത് ജോലിയാണോ ആ ജോലി ചെയ്യാനാണ് നിയമം അനുശാസിക്കുന്നത്. ആ 2 മാസം മാത്രമാണ് ഈ കഴകം പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവകാശമുള്ള അവിടെ ജോലി ചെയ്യാൻ. അതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 മാസത്തിന് സമയം പീരീഡിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കീഴടത്തിൻ്റെയോ ആയിട്ടുള്ള ഏത് ക്ഷേത്രങ്ങളിലും വർക്ക് അറേഞ്ച്മെൻ്റ് ആയിട്ട് എവിടെ വേണമെങ്കിലും നിയമിക്കാനുള്ള അർഹതപ്പെട്ട പോസ്റ്റ് നിയമിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിന്റെ അവധി കഴിയുന്നതോടുകൂടി ഇത് പരിഗണിക്കും. നിങ്ങളും അത് അക്കാര്യം ആവശ്യപ്പെടുവോ ചെയർമാൻ എന്ന നിലയ്ക്ക്? അല്ല, ഞങ്ങൾ ഉചിതമായി സർക്കാരിന്റെ തീരുമാനം ഞങ്ങൾ നടപ്പാക്കിയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. തീരുമാനം നടപ്പിലാക്കിയിരിക്കും. ഒരു സംശയമില്ല. തന്ത്രിമാരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കൂടിയാലോചനകളോ ഇല്ല. ഇനി ഒരു കോംപ്രമൈസ് ഇല്ല. അവർക്ക് നിയമ നടപടികളായിട്ട് പോകാം. അതിന് ഉചിതമായിട്ടുള്ള ഓർഡർ എന്താ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലാത്തടത്തോളം യാതൊരു മാറ്റവും ഇല്ല. അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലീവ് എടുത്ത് പോയിരിക്കുന്നതാണ് ആളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പോൾ അദ്ദേഹത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ലീവ് എടുത്ത് പൊക്കോളാം അനുവാദം കൊടുത്തിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. തിരിച്ചു വരുമ്പോൾ ശക്തമായ നടപടി ഉണ്ടാവും. തീരുമാനം ഉണ്ടാവും. അതാണ് ലക്ഷ്മി പറയുന്നത്. അദ്ദേഹം അവധി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശക്തമായ തീരുമാനമുണ്ടാകും. അഡ്മിനിസ്ട്രേറ്റർ അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അവധി എടുത്തു പോയിരിക്കുന്നത് ചെയർമാൻ പറയുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കിയത്, ചെയർമാൻ പറഞ്ഞതുപോലെയല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൽ ഈ തന്ത്രിമാരുടെ എതിർപ്പ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആ എതിർപ്പിന്റെ കത്താണ് നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ചെയർമാൻ പറഞ്ഞത് അതേപോലെ അവർ നടപ്പിലാക്കുമോ, അതല്ല തന്ത്രിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹത്തെ കഴകം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഈ മാസം 15-ാം തീയതി ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തുമെന്നുള്ളതാണ് SNDPയുടെ പ്രാദേശിക നേതൃത്വം ഇവിടെ നിന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും.